ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ, നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലീശ്വരേ, എന്റെ ഭാരം തീർപ്പാൻ. നീയല്ലാതാരുള്ളൂ രക്ഷക, എന്റെ പാപം തീർപ്പാൻ. എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാം. എന്നെ നീ ഏറ്റുകൊണ്ട ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44 സങ്കീർത്തനം 3 വാക്യം. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ. ഇസ്രയേലിന് അവർ അനുഭവിച്ച ഓരോ വിജയവും അവർ ശക്തരോ വൈദഗ്ധ്യമുള്ളവരോ തന്ത്രപ്രധാനമുള്ളവരോ ആയിരുന്നതുകൊണ്ടല്ല, മറിച്ച് ദൈവം അവർക്ക് നൽകിയതായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പല അനുഗ്രഹങ്ങളും യുക്തിസഹമല്ല. അവ വിശദീകരിക്കുവാൻ കഴിയുകയില്ല. അവ ദൈവത്തിൻ്റെ അർഹിക്കാത്ത അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ നമ്മൾ അപേക്ഷിക്കാത്ത അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മുടെ നേരെ മുഖം തിരിക്കുമ്പോൾ ഇരുട്ട് ഓടിപ്പോകും. ഭയം അതിൻ്റെ പിടി നഷ്ടപ്പെടുത്തും. അസാധ്യമെന്ന് തോന്നിയത് സാധ്യമായി തീരുന്നു. ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം അധ്വാനിക്കുക, ഫലങ്ങൾക്കായി ദൈവത്തിൽ വിശ്വസിക്കുക. നാം പ്രയത്നിക്കുമ്പോൾ അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. നമ്മെ ഏൽപ്പിക്കുന്ന ഇടങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുക. അന്തിമ വിജയം നമ്മുടേതായിരിക്കും. നമ്മുടെ ശക്തിയിലും കഴിവിലും ആശ്രയിക്കാതെ അവൻ്റെ ശക്തിയിലും അവൻ്റെ സാന്നിധ്യത്തിലും അവൻ്റെ പ്രീതിയിലും ആശ്രയിക്കുക. ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടിയും ഈ നാളുകളിൽ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ശക്തിയും സാന്നിധ്യവും തിരിച്ചറിയുവാനും നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.